ഏവർക്കും ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം. ആനമലാസ് ഹോം സ്റ്റേ. ഞാൻ പാർവതി ഗിരീഷ്. N4 ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി. ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് സ്ത്രീകളെ സംരക്ഷിക്കുന്ന വനിതാ ശിശുവികസന വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ജില്ലയിലെ ഏക ഷെൽട്ടർ ഹോമായ ഒറ്റപ്പാലം പാലാട്ട് റോഡിൽ പ്രവർത്തിക്കുന്ന വിധവാ സംഘം ഷെൽട്ടർ ഹോമിന്റെ വാർഷികാഘോഷ പരിപാടികൾ അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഗാർഹിക അതിക്രമങ്ങളിൽ സ്ത്രീകളെ സംരക്ഷിക്കുന്ന 2005 ആക്ട് പ്രകാരം വനിതാ ശിശുവികസന വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ജില്ലയിലെ ഏക ഷെൽട്ടർ ഹോമായ ഒറ്റപ്പാലം പാലാട്ട് റോഡിൽ പ്രവർത്തിക്കുന്ന വിധവാ സംഘം ഷെൽട്ടർ ഹോമിന്റെ വാർഷിക ആഘോഷവും അഡ്വക്കേറ്റ് പ്രേംകുമാർ MLAയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും ഷെൽട്ടർ ഹോമിലേക്ക് നൽകുന്ന പ്രിന്റർ വിതരണത്തിന്റെയും ഉദ്ഘാടനം അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA നിർവഹിച്ചു. സ്കൂളാണ് ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഗവൺമെന്റ് സ്കൂൾ. അവിടെയുള്ള കുട്ടികൾക്ക് സാധാരണ നിലയിലുള്ള കമ്പ്യൂട്ടർ കൊണ്ട് അവർക്ക് കാര്യമില്ല. മറ്റൊന്ന്, സംസ്ഥാനത്ത് കാഴ്ച പരിമിതിയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചർമാരെ ട്രെയിൻ ചെയ്യുന്ന ഒരു കേന്ദ്രമേ ഉള്ളൂ. അത് കരിമ്പുഴയിലെ ഹെലൻ കെല്ലർ സ്മാരക അന്ധവിദ്യാലയവും പരിശീലന കേന്ദ്രവും. അവിടേക്കും ആ കുട്ടികളുടെ താല്പര്യപ്രകാരമുള്ള സ്പെസിഫിക്കേഷൻ വേണ്ട കമ്പ്യൂട്ടർ നമ്മൾ അവിടേക്ക് നൽകുകയുണ്ടായി. മറ്റൊന്ന്, നമ്മുടെ ജില്ലയിലെ ഏക വിധവാ സംഘത്തിന്റെ മുൻകൈയിലുള്ള ഷെൽട്ടർ ഹോമായിട്ടുള്ള ഇവിടേക്ക് നമ്മളൊരു കമ്പ്യൂട്ടർ തന്നു. കമ്പ്യൂട്ടറിന്റെ വിലയല്ല, നമ്മുടെ സമൂഹത്തിന്റെ പിന്തുണയും സഹായവും സഹകരണവും ഒക്കെ ആവശ്യമുള്ളവരോടുള്ള മനോഭാവത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. ഈ രംഗത്തെല്ലാം പ്രവർത്തിച്ച ധാരാളം പേരുള്ള ഒരു വേദിയിൽ സുദീർഘമായിട്ടുള്ള ഒരു സംസാരം നടത്തുന്നത് അനുചിതമാണ് എന്ന നല്ല ബോധ്യമുണ്ട്. നമുക്കറിയാം, നമ്മുടെ നാടിന്റെ സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലയിലുള്ളവരെ എല്ലാം മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമമാണ് കേരളത്തിലെ ഗവൺമെന്റ് നടത്തുന്നത്. വിധവാ സംഘം സെക്രട്ടറി KP വസന്ത സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനുമോൾ അധ്യക്ഷത വഹിച്ചു. ഒരു സമൂഹത്തിനകത്ത് ഏറ്റവും അധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു വിഭാഗം എന്നുള്ള രീതിയിൽ സ്ത്രീയുടെയും കുട്ടിയുടെയും കാര്യം ഏറ്റവും നന്നായി പരിഗണിക്കുന്ന ഒരു സമൂഹം ഉണ്ടാക്കി തീർക്കുക. അങ്ങനെയുള്ളൊരു സമൂഹമാണ് പൊതുവിൽ പുരോഗമനാത്മകമായ സമൂഹം. ആ തിരിച്ചറിവിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ ഇത്തരത്തിലുള്ള സ്ത്രീകളെ, കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ ഒരു സമൂഹത്തെ പഠിപ്പിക്കേണ്ടതുണ്ട്. ആ സമൂഹത്തിനകത്ത് ഏറ്റവും പാവപ്പെട്ട മനുഷ്യർ എന്നുള്ള അർത്ഥത്തിൽ അവരെ കൂട്ടിച്ചേർത്ത് നടക്കണം എന്നുള്ള തികഞ്ഞ ബോധ്യത്തോടു കൂടി ഗാർഹിക പീഡന നിരോധന നിയമം 2005 വന്നപ്പോൾ ആ നിയമത്തെ കൃത്യമായ രീതിയിൽ നടപ്പിലാക്കാൻ തയ്യാറാവുന്ന ഒട്ടനവധി സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കി തീർത്തത്. അതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഷെൽട്ടർ ഹോമുകൾ ഉണ്ടാക്കുക. അങ്ങനെ ഷെൽട്ടർ ഹോം ഉണ്ടാക്കുമ്പോഴും നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ച് വിധവാ സംഘം പാലക്കാട് ജില്ലക്കകത്ത് വിധവാ സംഘത്തിൻ്റെ പ്രവർത്തനം സ്റ്റേറ്റിൽ ഒട്ടാകെയുണ്ട്. സിംഗിൾ വുമൺ എന്ന് പറഞ്ഞുകൊണ്ട് സിംഗിൾ വുമണിൻ്റെ കൃത്യമായ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന വിപുലമായ തോതിലുള്ള നമ്മുടെ സംഘടിത പ്രസ്ഥാനം. ചടങ്ങിൽ മുൻ MLA KS അലീഗ മുഖ്യ അതിഥിയായി. വിധവാ സംഘം പ്രസിഡന്റ് സുമംഗല വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. പരിപാടിയിൽ ഷൊർണൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിന്ധു, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സുബൈദ ഇസാഖ്, മഹിളാ സംഘം നേതാക്കളായ രത്നമ്മ, സുനീറ മുജീബ്, ലത, കല്യാണി, സബിത, ശോഭന തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി ഗ്രാമസഭ സംഘടിപ്പിച്ചു. ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതി 2024-25 ഭാഗമായി ഭിന്നശേഷി ഗ്രാമസഭ സംഘടിപ്പിച്ചു. ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്ത് EMS പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കുമാരി ദേവി അധ്യക്ഷത വഹിച്ചു. ICDS സൂപ്പർവൈസർ അനിത പരിപാടിക്ക് സ്വാഗതം ആശംസിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K ഹരി, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി മനോജ്, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. ഷൊർണൂർ മുതലിയാർ തെരുവ് മാരിയമ്മൻ ക്ഷേത്രത്തിൽ സ്ത്രീകളുടെ നേതൃത്വത്തിൽ ഉടുക്കുകൊട്ടിപ്പാട്ട് അവതരിപ്പിച്ചു. സാധാരണ കണ്ടുവരുന്ന ഉടുക്കുപാട്ടിൽ നിന്നും വേറിട്ടൊരു കാഴ്ചയ്ക്കാണ് ഷൊർണൂർ മുതലിയാർ തെരുവ് മാരിയമ്മൻ ക്ഷേത്രം സാക്ഷ്യം വഹിച്ചത്. പുരുഷന്മാർ കൊട്ടിവരുന്ന ഉടുക്കുപാട്ടിൽ ഇത്തവണ സ്ത്രീകളാണ് ഉടുക്കുകൊട്ടിയത്. ഷൊർണൂർ മാരിയമ്മൻ പൂജാ മഹോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്നതാണ് ഉടുക്കുകൊട്ടിപ്പാട്ട്. ഉത്സവത്തിന് വെളിച്ചപ്പാടിനെ ആനയിക്കുന്നതിന് വേണ്ടിയാണ് ഉടുക്കുകൊട്ടി പാടുന്നത്. നിലവിൽ പുരുഷന്മാർ മാത്രമാണ് ഉടുക്കുകൊട്ടുന്നത്. വാദ്യവും പാട്ടും ഒരാൾ തന്നെ കൈകാര്യം ചെയ്യുന്നതാണ് ഉടുക്കുകൊട്ടിപ്പാട്ട്.
3 താളങ്ങളിൽ ഉടുക്കുകൊട്ടുന്നതിനൊപ്പം ആലാപനവും വേണം. ദേവീസ്തുതിയും മുനീശ്വര സ്തുതിയും കാളീസ്തുതിയുമാണ് പാട്ടിന്റെ ഭക്തിഭാവം. ചിലപ്പതികാരവും രാമായണവുമൊക്കെ കഥാസന്ദർഭങ്ങളായി വരും. ഷൊർണൂർ മാരിയമ്മൻ ക്ഷേത്രത്തിൽ വെച്ചാണ് സ്ത്രീകളുടെ ആദ്യ അരങ്ങേറ്റം നടന്നത്. ഉടുക്കുകൊട്ടിപ്പാട്ടിൽ അരങ്ങേറ്റം കുറിച്ച 18 പേരിൽ 11 പേരും വനിതകളാണ്. 76 വയസ്സ് പിന്നിട്ട കാമാക്ഷിയാണ് മുതിർന്ന അംഗം. 7 പുരുഷന്മാരും സംഘത്തിലുണ്ട്. വിദ്യാരംഭ നാളിലാണ് ബാബു സുബ്രഹ്മണ്യത്തിന്റെ ശിക്ഷണത്തിൽ സംഘം പരിശീലനം തുടങ്ങിയത്. പിന്നീടിടവേള. ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. സ്വർണം അമൂല്യമാണ്. ആ മൂല്യം തിരിച്ചറിഞ്ഞവർ വേണം നമ്മുടെ സ്വർണം സംരക്ഷിക്കാൻ. സൂര്യ ഗോൾഡ് ലോൺ. മക്കളുടെ കോളേജ് ഫീസ്, എമർജൻസി ആവശ്യങ്ങൾ, വിവാഹം തുടങ്ങിയ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് എന്തിന് ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കണം? നിങ്ങൾക്ക് കൈത്താങ്ങാകാൻ ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ് ഒപ്പമുണ്ട്. പുതിയതും പഴയതുമായ വാഹനങ്ങൾക്ക് ആകർഷകമായ വായ്പാ സ്കീമുകൾ ഞങ്ങൾ നൽകുന്നു. അതും കുറഞ്ഞ പലിശ നിരക്കിൽ പരമാവധി ലോണും. ലളിതമായ നടപടിക്രമത്തോടു കൂടി നിങ്ങൾക്ക് ലോൺ ലഭ്യമാകും. കൂടാതെ വാഹന ഇൻഷുറൻസ് സംവിധാനവും ലഭ്യമാണ്. ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ്, നിയർ വള്ളുവനാട് ഹോസ്പിറ്റൽ, ഗ്രാൻഡ് മാൾ കോംപ്ലക്സ്, ഒറ്റപ്പാലം. ഫോൺ നമ്പർ 9656444458, 9656444457. വാർത്തകൾ തുടരുന്നു. ചെർപ്പളശ്ശേരിയിൽ നഗര ജനകീയ ആരോഗ്യ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. ചെർപ്പളശ്ശേരി നഗരസഭയിൽ നഗര ജനകീയ ആരോഗ്യ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. വീരമംഗലം ഉങ്ങുന്തറയിൽ നടന്ന പരിപാടി പി മമ്മിക്കുട്ടി MLA നിർവഹിച്ചു. ചെർപ്പളശ്ശേരി നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ അധ്യക്ഷനായി. ചെർപ്പളശ്ശേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ കമലം ഫാർമസിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഉച്ചയ്ക്ക് 1 മുതൽ വൈകിട്ട് 7 വരെയാണ് പ്രവർത്തന സമയം. ഡോക്ടർ, നഴ്സ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ, ഫാർമസിസ്റ്റ് തുടങ്ങിയവരുടെ സേവനം ആരോഗ്യ കേന്ദ്രത്തിൽ ലഭിക്കും. മികച്ച ചികിത്സാ സൗകര്യങ്ങൾ, അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും ആരോഗ്യ സംരക്ഷണത്തിന് പ്രത്യേക ഊന്നൽ, പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ചികിത്സ, സാന്ത്വന പരിചരണം, പകർച്ചവ്യാധി തടയുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയ സേവനങ്ങളാണ് ആരോഗ്യ കേന്ദ്രത്തിലൂടെ ലക്ഷ്യമിടുന്നത്. നാഷണൽ ഹെൽത്ത് മിഷന്റെ സഹകരണത്തോടെയാണ് നഗരസഭയിൽ ആരോഗ്യ കേന്ദ്രം ആരംഭിച്ചത്. നഗരസഭയിലെ 2ാമത്തെ ആരോഗ്യ കേന്ദ്രമാണിത്. പരിപാടിയിൽ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സഫ്ന പാറയ്ക്കൽ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ചെറുമുണ്ടശ്ശേരി UP സ്കൂളിൽ പോഷകാഹാര പ്രദർശനം ഒരുക്കി. നാട്ടുരുചികളുമായി കൂട്ടുകൂടൂ, ആരോഗ്യം സംരക്ഷിക്കൂ എന്ന സന്ദേശ പ്രചരണാർത്ഥം ചെറുമുണ്ടശ്ശേരി UP സ്കൂളിൽ രുചിക്കൂട്ട് എന്ന പേരിൽ നാടൻ വിഭവങ്ങളുടെ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു. വിദ്യാലയത്തിലെ ശാസ്ത്ര ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ പരിപാടിയിൽ കിണ്ണത്തപ്പം, പൂവട, ഗോതമ്പയിലേട, റാഗിപ്പുട്ട്, മുട്ടപ്പാലട, ഓമക്കായ, എരിശ്ശേരി, പുളിയിഞ്ചി, പാൽപ്പായസം, പാലടപ്പായസം, ബിസ്ക്കറ്റപ്പം, പത്തിരി, സ്പോഞ്ച് കേക്ക്, ശർക്കര വരട്ടി, ചക്കവറവ്, ഉണ്ണിയപ്പം, വട്ടപ്പത്തിരി, പഴംപൊരി, പരിപ്പുവട, ഗോതമ്പ് നൂൽപുട്ട്, പപ്പടവട, ഇടിച്ചക്ക, കട്ട്ലറ്റ് തുടങ്ങി 100-ലധികം വ്യത്യസ്ത വിഭവങ്ങളാണ് ഒരുക്കിയത്. കുട്ടികൾക്ക് രുചിച്ചു നോക്കാനും അവസരം നൽകി. പ്രധാനാധ്യാപിക KA സീതാലക്ഷ്മി, ശാസ്ത്ര ക്ലബ് കൺവീനർ N അച്യുതാനന്ദൻ, K മഞ്ജു, BP ഗീത, CP ജലജ, N ജിജി, CP മുഹമ്മദ് മൻസൂർ, KU റിസ്ല എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. രുചിക്കൂട്ട് എന്നാണ് ഇന്നത്തെ ഈ പരിപാടിയുടെ പേര്. നാട്ടുരുചികളുമായി കൂട്ടുകൂടാം, ആരോഗ്യം സംരക്ഷിക്കാം എന്നതാണ് ഇതിൻ്റെ മുദ്രാവാക്യം. നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ഭക്ഷണത്തിൽ ധാരാളം മായം കലർന്നിരിക്കും, മാത്രമല്ല വിഷാംശവും കലർന്നിരിക്കും. അതൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ പിടിപെടും. ഇന്നിപ്പോൾ പത്രത്തിലെ ഭക്ഷ്യവിഷബാധയെക്കുറിച്ച് ഒരുപാട് വാർത്തകളൊക്കെ വരുന്ന നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഏറ്റവും നല്ല ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമാണ്, മായം കലരാത്ത ഭക്ഷണമാണ്, വിഷവിമുക്തമായ ഭക്ഷണമാണ്. അതാണ് നമ്മൾ കഴിക്കേണ്ടത്. അപ്പം നമ്മളെല്ലാവരും പുറത്തു നിന്നുള്ള ഭക്ഷണശീലങ്ങൾ ഒഴിവാക്കുക. കഴിയുന്നതും നമ്മുടെ വീട്ടിൽ തന്നെ ആരോഗ്യപരമായ രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അത് കഴിക്കുക. അതാണ് നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. ഈ മുദ്രാവാക്യം അല്ലെങ്കിൽ ഈ കാര്യം കുട്ടികളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രുചിക്കൂട്ട് എന്ന പേരിൽ നമ്മൾ ഇന്ന് ഈ പരിപാടി സംഘടിപ്പിച്ചത്. അപ്പോൾ കുട്ടികളെ, നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? പുറത്തു നിന്നുള്ള ഭക്ഷണം
കഴിയുന്നത് ഒഴിവാക്കുക. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന രുചികരമായ നാടൻ ഭക്ഷണം നമ്മൾ ഉപയോഗിക്കുക. അതുകൊണ്ട് മാത്രമേ നമ്മുടെ ആരോഗ്യം നന്നാവുകയുള്ളൂ. നമ്മുടെ ആരോഗ്യത്തോടെ, ആരോഗ്യമുള്ള മനസ്സോടെയും ആരോഗ്യമുള്ള ശരീരത്തോടെയും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പുറത്തു നിന്നുള്ള ഭക്ഷണം ഒഴിവാക്കുക, വീട്ടിലെ ഭക്ഷണം ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്യില്ലേ? അതാണ് നമ്മൾ ചെയ്യേണ്ടത്. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ ഹോട്ടൽ നവീകരിച്ച കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ വനിതാ ഹോട്ടൽ പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. ഹോട്ടലിന്റെ പ്രവർത്തനോദ്ഘാടനം വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗംഗാധരൻ നിർവഹിച്ചു. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് വിശപ്പ് രഹിത പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2021 ഫെബ്രുവരി മാസം 4-ാം തീയതി വാണിയംകുളത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഒരു ജനകീയ ഹോട്ടൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. തുടർന്നാണ് സിവിൽ സപ്ലൈ വകുപ്പ് ഒരു അസംബ്ലി മണ്ഡലത്തിൽ ഒരു ഹോട്ടൽ 20 രൂപയ്ക്ക് ഭക്ഷണം കൊടുക്കണ ഒരു ഹോട്ടൽ നൽകാമെന്ന് പറയുകയും അതിനുവേണ്ടി പഞ്ചായത്തിൻ്റെ മുന്നിലുണ്ടായിരുന്ന കെട്ടിടം വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചേർന്നതാണ്. ആ കെട്ടിടം പഞ്ചായത്തിൻ്റെ കഴിഞ്ഞ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നന്നായി നവീകരിച്ച് കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള ഒരു ഹോട്ടലാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. സുഭിക്ഷ ഹോട്ടൽ കിട്ടുകയാണെങ്കിൽ നമ്മളെ ഗവൺമെൻറ്റിൻ്റെ പദ്ധതി എന്നുള്ള നിലയ്ക്ക് ഷൊർണൂർ മണ്ഡലത്തിലത്തെ ഹോട്ടൽ ഇവിടെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടുകയാണെങ്കിൽ ഈ സ്ഥാപനം 20 രൂപയ്ക്ക് ഭക്ഷണം കിട്ടുന്ന ഒരു ഹോട്ടലും കൂടി വാണിയംകുളം പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തനം ആരംഭിക്കും. വാർഡ് മെമ്പർ സിന്ധു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർമാരായ സൂരജ്, ജയശ്രീ, രഞ്ജിത്ത്, ജയപ്രകാശ്, സുബ്രഹ്മണ്യൻ, മഞ്ജിമ തുടങ്ങിയവർ പങ്കെടുത്തു. ഭിന്നശേഷി കായികമേള സംഘടിപ്പിച്ച് കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത്. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷി കലാകായിക മേള സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം എ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. 10 വയസ്സിന് താഴെ, 10-നും 18-നും ഇടയിൽ, 18-ന് മുകളിൽ എന്നിങ്ങനെ 3 വിഭാഗങ്ങളായി തിരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. ലെമൺ സ്പൂൺ, 50 മീറ്റർ ഓട്ടം, മിഠായി പെറുക്കൽ, ചിത്രരചന, സിംഗിൾ ഡാൻസ്, ആക്ഷൻ സോങ്, സ്റ്റോറി ടെല്ലിംഗ് ഉൾപ്പെടെ നിരവധി കലാകായിക മത്സരങ്ങൾ മേളയിൽ ഉൾപ്പെടുത്തി. മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനദാനവും നടത്തി. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സുനിൽ അധ്യക്ഷയായ പരിപാടിയിൽ CDPO ആർ രമ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫെബിൻ റഹ്മാൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ OK രാമചന്ദ്രൻ, ബ്ലോക്ക് മെമ്പർ B നന്ദിനി, ICDS സൂപ്പർവൈസർ M നസീമ, പഞ്ചായത്ത് അംഗങ്ങളായ B ഷാജിദ, M രമ, T ഷീല, PC രാഹുൽ, KA സുബ്രഹ്മണ്യൻ, അംഗൻവാടി അധ്യാപിക രമ, അംഗൻവാടി വർക്കർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഷോറൂമുകളിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 3 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നാണയങ്ങൾ, സ്മാർട്ട് വാച്ച്, സ്മാർട്ട് ഫോൺ, ഓക്സിജൻ റിസോർട്ടിൽ കുടുംബത്തോടൊപ്പം 2 ദിവസം താമസം എന്നീ സമ്മാനങ്ങൾ. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ലക്ഷദ്വീപിലേക്ക് ടൂർ പോകാൻ അവസരം. കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് വിദേശയാത്ര, 10 കസ്റ്റമേഴ്സിന് ഡയമണ്ട് റിംഗ്, 5 കസ്റ്റമേഴ്സിന് സ്വർണ്ണ നാണയങ്ങൾ, ഓക്സിജൻ റിസോർട്ടിൽ 2 ദിവസം താമസം എന്നിങ്ങനെ ആകർഷകമായ സമ്മാനങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങൂ, നിരവധി സമ്മാനങ്ങൾ നേടൂ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ 15 മുതൽ 25ഓളം പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന AC മുറികൾക്കൊപ്പം തന്നെ 200ഓളം പേർക്ക് പങ്കെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഏവർക്കും ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം. ആനമലാസ് ഹോം സ്റ്റേ. വാർത്തകൾ തുടരുന്നു. ഒറ്റപ്പാലം നഗരസഭാ പരിധിയിലെ കർഷകർക്ക് മുട്ടക്കോഴി വിതരണം ചെയ്തു. ഒറ്റപ്പാലം നഗരസഭയുടെ മുട്ടക്കോഴി വളർത്തൽ പദ്ധതിയുടെ ഭാഗമായി ഒറ്റപ്പാലം നഗരസഭാ പരിധിയിലെ കർഷകർക്കായി മുട്ടക്കോഴികൾ വിതരണം ചെയ്തു. 1.5 മുതൽ 2 മാസം വരെ പ്രായമുള്ള ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട മുട്ടക്കോഴികളാണ് വിതരണം ചെയ്തത്. 1200 രൂപ വില വരുന്ന മുട്ടക്കോഴികൾക്ക് 50% നഗരസഭാ വിഹിതമാണ്. ബാക്കി തുക ഉപഭോക്താക്കൾ വഹിക്കണം. ഒറ്റപ്പാലം വെറ്റിനറി ക്ലിനിക്കിൽ വെച്ച് സംഘടിപ്പിച്ച മുട്ടക്കോഴി വിതരണം ചെയ്യുന്ന പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി നിർവഹിച്ചു. വെറ്റിനറി ക്ലിനിക്കിലെ സർജൻ ഡോക്ടർ സുധീർ ബാബു അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനീറ മുജീബ്, കൗൺസിലർ സബിത തുടങ്ങിയവർ പങ്കെടുത്തു. ഒറ്റപ്പാലം നഗരസഭയുടെ മുട്ടക്കോഴി വളർത്തൽ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട കർഷകർക്ക് വേണ്ടിയിട്ടുള്ള
കോഴി വിതരണമാണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുട്ടക്കോഴി നമുക്കറിയാം, ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന മുട്ടകൾ പലവിധമാണ്, പല മായം ചേർത്തിട്ടുള്ള മുട്ടകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിലെ കർഷകർക്ക് വേണ്ടിയിട്ട് 10 കോഴി കുഞ്ഞുങ്ങൾ ഓരോ വീട്ടിലേക്കും സൗജന്യ നിരക്കിൽ 50% സൗജന്യ നിരക്കിലാണ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒപ്പം എഗർ നഴ്സറിയിൽ നിന്നാണ് കോഴി കുഞ്ഞുങ്ങൾ എടുക്കുന്നത്. ആദ്യത്തെ വാക്സിനേഷനും ഒക്കെ കഴിഞ്ഞ ഒരു കോഴി കുഞ്ഞുങ്ങളാണ് നമ്മൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മൊത്തം അടങ്ങ് 1200 രൂപയാണ്. അതിൽ മുനിസിപ്പാലിറ്റി 600 രൂപയും ഗുണഭോക്താക്കൾ 600 രൂപയും കൊടുത്തിട്ടാണ് കോഴികൾ വിതരണം ചെയ്യുന്നത്. 1.5 മുതൽ 2 മാസം പ്രായമുള്ള മുട്ട കോഴികളാണ് നമ്മൾ വിതരണം ചെയ്യുന്നത്. ഏകദേശം 5-6 മാസം ആകുമ്പോഴേക്കും ഇത് മുട്ടയിടാൻ തുടങ്ങും. നമ്മുടെ ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട മുട്ട കോഴികളാണ് ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് വിതരണം ചെയ്യുന്നത്. നമുക്ക് 300 ഗുണഭോക്താക്കളാണുള്ളത്. അങ്ങനെ നമ്മൾ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി ആകെ 3000 കോഴി കുഞ്ഞുങ്ങളാണ് വിതരണം ചെയ്തത്. അതിൻ്റെ ആദ്യഘട്ടമായിട്ട് ഇന്ന് 1500 കോഴി, അടുത്ത ആഴ്ച 1500 കോഴി വിതരണം ചെയ്യാനാണ് പദ്ധതി. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന തൊഴിൽ സഭയിൽ സംരംഭകർക്ക് കൃത്യമായ വ്യക്തത നൽകുന്നില്ലെന്നും അതിനാൽ തൊഴിൽ സഭ പൂർണ്ണ പരാജയമെന്നും മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ്. തൊഴിൽ സൃഷ്ടിക്കുക എന്ന ബൃഹത് ലക്ഷ്യത്തിനായി അന്തർദേശീയവും പ്രാദേശികവുമായ തൊഴിൽ സാധ്യതകളെ ഉപയോഗിക്കുന്ന തരത്തിൽ തദ്ദേശ സ്ഥാപന തലത്തിൽ തൊഴിൽ ആസൂത്രണം നടത്തുന്നതിനുള്ള സൂക്ഷ്മതല ജനകീയ സംവിധാനമായാണ് സംസ്ഥാന സർക്കാർ തൊഴിൽ സഭയെ വിഭാവനം ചെയ്യുന്നത്. തൊഴിൽ തേടുന്നവർ, സ്വയം തൊഴിൽ സംരംഭകർ, തൊഴിൽദായക സംരംഭകർ, സംരംഭക പുനരുജ്ജീവനം ആവശ്യമുള്ളവർ, സംരംഭകത്വ മികവ് വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ, നൈപുണ്യ വികസനം ആവശ്യമുള്ളവർ എന്നിവരെയെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് തൊഴിൽ സഭകൾ ആരംഭിക്കുന്നത്. എന്നാൽ സംസ്ഥാന സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങളിൽ സംഘടിപ്പിക്കുന്ന തൊഴിൽ സഭകളിൽ പ്രധാനമായും യുവാക്കളുടെ പങ്കാളിത്തം കുറയാൻ കാരണം തൊഴിൽ അന്വേഷകർക്ക് സർക്കാരിന്റെ പല സംവിധാനങ്ങൾ വഴി അവർക്ക് തൊഴിൽ തുടങ്ങാനുള്ള സാമ്പത്തിക സഹായം ലഭിക്കുന്നതിനുള്ള ബോധവൽക്കരണം മാത്രമാണ് നൽകുന്നതെന്നും സർക്കാർ പറഞ്ഞ സെൻസസ് പ്രകാരം മങ്കര ഗ്രാമപഞ്ചായത്തിൽ 3011 തൊഴിൽ അന്വേഷകരെ കണ്ടെത്തിയെങ്കിലും ആദ്യഘട്ടത്തിൽ 110 താഴെ ആളുകൾ മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ എന്നും തൊഴിൽ സഭ പൂർണ്ണ പരാജയമാണെന്നും മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് പറഞ്ഞു. സംസ്ഥാന സർക്കാർ എല്ലാവർക്കും തൊഴിൽ എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പദ്ധതിക്ക് രൂപം കൊടുക്കുകയും അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയ്ക്ക് ഹൗസ് ടു ഹൗസ് സർവേ നടത്തിക്കൊണ്ട് തൊഴിലിന് സന്നദ്ധരായ ആളുകളെ കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു നടപടി പൂർത്തിയാക്കിയിരുന്നു. അതുപ്രകാരം മങ്കര ഗ്രാമപഞ്ചായത്തിൽ 3011 പേരെയാണ് ഇങ്ങനെ തൊഴിലന്വേഷകരായിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിരുന്നത്. തുടർന്ന് അതിൻ്റെ രണ്ടാം ഘട്ടം എന്ന നിലയ്ക്ക് 750 പേർക്ക് ഒരു തൊഴിൽ സഭ എന്ന രീതിയിൽ സഭകൾ സംഘടിപ്പിക്കണം എന്ന് സർക്കാർ നിഷ്കർഷിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മങ്കര ഗ്രാമപഞ്ചായത്തിൽ 3 സ്ഥലങ്ങളിലായി തൊഴിൽ സഭകൾ സംഘടിപ്പിക്കപ്പെട്ടുവെങ്കിലും 100-ൽ താഴെ ആളുകൾ മാത്രമാണ് ഈ തൊഴിൽ സഭകളിൽ പങ്കെടുത്തിട്ടുള്ളത്. അതിൻ്റെ വ്യക്തമായ കാരണങ്ങൾ എന്തുകൊണ്ടാണ് പങ്കെടുക്കാത്തത് എന്നത് ജനങ്ങൾ കണക്കാക്കിയത് അവർക്കൊക്കെ ഗവൺമെൻറ് ജോലി കൊടുക്കും നേരിട്ട് എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് ഇവരൊക്കെ തൊഴിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തൊഴിൽ സഭകൾ സംഘടിപ്പിക്കുകയും സർക്കാരിന് പറയാനുള്ളത് മന്ത്രിമാർ നേരിട്ട് പറയുകയും തൊഴിൽ അന്വേഷകർക്ക് പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നായി ലഭിക്കുന്ന സാമ്പത്തിക സഹായങ്ങളെക്കുറിച്ച് അവരെ ബോധവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ഈ തൊഴിൽ സഭകളിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സഭകളിൽ എത്തിപ്പെടുന്ന ആളുകളെ 3 ആക്കി തിരിച്ചുകൊണ്ട് ജോലി വേണ്ട ആളുകൾ, സംരംഭം തുടങ്ങുന്ന ആളുകൾ, അങ്ങനെ 3 വിധത്തിലാക്കി തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ പ്രതീക്ഷിച്ചത് ഇതല്ല. അവർക്കൊക്കെ നേരിട്ടൊരു ജോലി ലഭിക്കും എന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ഇവിടെ നേരിട്ട് സർക്കാർ ജോലി ലഭിക്കുകയില്ല. മറ്റ് സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കുന്നതിനാണ് സർക്കാർ ഈ ഒരു സഭ സംഘടിപ്പിച്ചത്. അതിനോട് നിലവിലുള്ള യുവാക്കൾ വിമുഖത കാണിക്കുകയാണ്. നാമമാത്രമായ ആളുകൾ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ തൊഴിൽ സഭ ഒരു സമ്പൂർണ്ണ പരാജയമാണ് എന്നതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. തൊഴിൽ സഭകൾ തുടങ്ങുന്നതിന് മുൻപായി സർക്കാർ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കണമെന്നും സംരംഭങ്ങൾ തുടങ്ങുന്നതിനായി വായ്പ അപേക്ഷിക്കുന്നവർക്ക് അതിലെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനുള്ള ഗ്രീൻ ചാനൽ സംവിധാനം സർക്കാർ കൊണ്ടുവരണമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ തൊഴിൽ സഭകൾ നടത്തുന്നതിന് മുമ്പായി സർക്കാർ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കേണ്ടത് അത്യാവശ്യമാണ്. പിൻവാതിൽ നിയമനങ്ങൾ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകളെ പിൻവാതിലൂടെ നിയമിക്കുന്ന ഒരു സംവിധാനം ഇന്ന് ഈ സംസ്ഥാനത്ത് നിലനിൽക്കുകയാണ്. അതിനൊരു മാറ്റം ഉണ്ടാകണം. ആ എംപ്ലോയ്മെൻറ്റുകളിലെ ലക്ഷക്കണക്കിന് ആളുകളാണ് തൊഴിലന്വേഷകരായി നിലനിൽക്കുന്നത്. അവർക്ക് ഇങ്ങനെ ലിസ്റ്റിൽപ്പെട്ട ആളുകളെ അവർക്ക് തൊഴിൽ കൊടുക്കുന്നുള്ള ഒരു സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം. 1.
രണ്ടാമതായിട്ട് പറയുന്നത്, നമുക്കറിയാം സംരംഭങ്ങൾ തുടങ്ങാൻ താല്പര്യമുള്ള ഒട്ടനവധി ആളുകളുണ്ട്. ആ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് ലോൺ ആവശ്യമായി നമ്മൾ ബാങ്കിനെ സമീപിക്കുമ്പോഴാണ് അവർ കൊളാറ്ററൽ സെക്യൂരിറ്റി ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഈ സെക്യൂരിറ്റി കൊടുക്കാൻ പലരുടെ കയ്യിലും ഇല്ലാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ കൂടി സുതാര്യമായി അതിനൊരു ഗ്രീൻ ചാനൽ സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് അത് എളുപ്പത്തിൽ അവർക്ക് ലൈസൻസും മറ്റ് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും കൊടുക്കാൻ കഴിഞ്ഞാൽ കുറേ ആളുകളെ കൂടി ഈ സംരംഭത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും. അതോടൊപ്പം തന്നെ കുടുംബശ്രീ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെയുള്ള ആളുകൾക്ക് കുറച്ചുകൂടി ഒരു ബോധവൽക്കരണ പരിപാടി, ഇങ്ങനെ ഒരു സഭ നടത്തി 1 മണിക്കൂർ കൊണ്ടോ 2 മണിക്കൂർ കൊണ്ടോ അവസാനിപ്പിക്കുന്ന ഒരു സഭയല്ലാതെ ഈ രണ്ടു കൂട്ടരെയും തമ്മിൽ, ബാങ്കുകാരെയും തൊഴിലന്വേഷകരെയും ചേർത്തിയിരുത്തിക്കൊണ്ട് സംരംഭകരെയും ചേർത്തിക്കൊണ്ടുള്ള ഒരു സംവിധാനത്തിന് തുടക്കം കുറിച്ചാൽ കുറേ കൂടി ഈ കാര്യത്തിൽ നമുക്ക് സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള നടപടികൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയും. അനങ്ങനടി ഗ്രാമപഞ്ചായത്തിൽ വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു. അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണത്തിന്റെ ഭാഗമായി പഞ്ചായത്തിലെ വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു. അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ചന്ദ്രൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. 2022-23 സാമ്പത്തിക വർഷത്തിൽ ഏകദേശം 8 ലക്ഷത്തോളം രൂപ വകയിരുത്തി വളരെ വ്യത്യസ്തമായിട്ട്, സാധാരണ നമ്മുടെ SC വിഭാഗത്തിന് മാത്രമാണ് വയോജനങ്ങൾക്ക് കട്ടിൽ എന്ന പദ്ധതി നടപ്പാക്കല്. ഈ വർഷം ജനറൽ വിഭാഗത്തിന് വയോജനങ്ങൾക്ക് കട്ടിൽ എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ കട്ടിൽ വിതരണം ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. തീർത്തും എല്ലാ വാർഡുകളിലും ഒരു 12-ൽ കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രൂപത്തിൽ, നേരത്തെ ശശി ഇവിടെ സൂചിപ്പിച്ച പലരും സാമ്പത്തിക ശേഷിയിൽ വളരെ പിന്നോക്കം നിൽക്കുന്നവരാവും, വളരെ വിഷമതകൾ അനുഭവിക്കുന്നവരാവും, മറ്റു പല അസുഖങ്ങളും ബാധിച്ച് പരസഹായമില്ലാതെ ജീവിക്കാൻ പറ്റാത്തവരാവും. അവർക്കൊക്കെ ഉപകാരപ്രദമാവുന്ന രൂപത്തിൽ തീർത്തും ജനറൽ വിഭാഗത്തിനായിട്ട് ഈ ഒരു പദ്ധതി നമ്മൾ കഴിഞ്ഞ വർഷം ഇവിടെ ആവിഷ്കരിച്ചത്, അത് ഏറ്റവും നല്ല രീതിയിൽ നടപ്പാക്കിയത് നമ്മുടെ ICDS സൂപ്പർവൈസർ ദീപ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്ന വ്യക്തിയാണ്. അത് നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും നേരത്തെ ശശി പറഞ്ഞമാതിരി തന്നെ അതിൻ്റെ ആദ്യഘട്ടങ്ങളിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ടെൻഡർ എന്ന രൂപത്തിലൊരു നടപടിക്രമത്തിലേക്ക് പോകുന്നത്. എനിക്കിതിനെപ്പറ്റി അറിയില്ല. പക്ഷേ നിങ്ങളുടെ എല്ലാം സഹായം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രൂപത്തിൽ നടപ്പാക്കാൻ കഴിയും. അതിൻ്റെ പൂർത്തീകരണമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ICDS സൂപ്പർവൈസർ കെ ദീപ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CP ശശി അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CP വനജ, വാർഡ് മെമ്പർമാരായ ഉണ്ണിയാൻകുട്ടി മാസ്റ്റർ, റിയാസ് മാസ്റ്റർ, K സ്മിത, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജലജകുമാരി എന്നിവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. ഗ്രാമപഞ്ചായത്തിലെ 15 വാർഡുകളിലുമുള്ള 184 ഗുണഭോക്താക്കൾക്കാണ് കട്ടിൽ വിതരണം ചെയ്തത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.